നമസ്കാരം. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ഏപ്രിൽ 12 ശനിയാഴ്ച. ഞാൻ ജയപ്രകാശ്. ആഗോള വ്യാപാര യുദ്ധം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. ചൈനയ്ക്കെതിരെ ട്രംപ് 145% തീരുവ ഏർപ്പെടുത്തിയതിന് തിരിച്ചടിയായി US ഉൽപ്പന്നങ്ങൾക്കുള്ള അധിക തീരുവ ചൈന 125%. 125% വീറോടെ ചൈന എന്ന് മാധ്യമം തലക്കെട്ട്. എക്സാലോജിക് കേസിൽ ന്യായീകരിക്കാനില്ലെന്ന് CPI. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസ് LDFന്റെ കേസ് അല്ലെന്നും ബിനോയ് വിശ്വം തുറന്നടിച്ചു. വീണ വിജയന്റെ കേസും മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടും രണ്ടാണെന്നും ബിനോയ് വിശ്വം വിശദീകരിച്ചു. ഈ വാർത്തയാണ് മലയാള മനോരമയുടെ പ്രധാന തലക്കെട്ട്. KM എബ്രഹാമിനെതിരായ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസ് ഹൈക്കോടതി CBIക്ക് വിട്ടു. അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചത് CBI കൊച്ചി യൂണിറ്റിനോട്. മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാമിനെതിരായ ഉത്തരവ് പത്രങ്ങളിൽ പ്രാധാന്യത്തോടെയുണ്ട്. നോക്കാം ഇന്നത്തെ പത്രവാർത്തകളിലേക്ക് വിശദമായി. തീരുവ യുദ്ധം 125% വീറോടെ ചൈന. വാർത്ത മാധ്യമത്തിലാണ്. ബെയ്ജിംഗ്. ലോകരാജ്യങ്ങൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച തീരുവ യുദ്ധം അമേരിക്കയും ചൈനയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നു. ചൈനയ്ക്കെതിരെ ട്രംപ് 145% തീരുവ ഏർപ്പെടുത്തിയതിന് തിരിച്ചടിയായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള അധിക തീരുവ ചൈന 125% ഉയർത്തി. നേരത്തെ 84% തീരുവ. അമേരിക്കയുടെ നടപടിക്കെതിരെ ചൈന ലോക വ്യാപാര സംഘടനയിൽ പരാതി സമർപ്പിച്ചതായും വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. 60ഓളം രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച ഉയർന്ന തീരുവ 90 ദിവസത്തേക്ക് ട്രംപ് മരവിപ്പിച്ചിരുന്നു. എന്നാൽ ചൈനയ്ക്ക് ഈ ഇളവ് നൽകിയില്ല. ചൈനയ്ക്കെതിരായ തീരുവ 125% ഉയർത്തുന്നതായും ട്രംപ് പ്രഖ്യാപിച്ചു. ഇത് നേരത്തെ പ്രഖ്യാപിച്ച 20% തീരുവയ്ക്ക് പുറമെയാണെന്ന് പിന്നീട് വൈറ്റ് ഹൌസ് വിശദീകരിച്ചു. ഇതോടെയാണ് തീരുവ 145% ഉയർന്നത്. അതിനിടെ അമേരിക്കയുടെ ഭീഷണി നേരിടാൻ ചൈനയ്ക്കൊപ്പം നിൽക്കാൻ പ്രസിഡന്റ് ഷീ ജിൻപിങ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടു. തീരുവ യുദ്ധത്തിൽ വിജയികളില്ലെന്നും സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക ആഗോളവൽക്കരണത്തെയും സ്വതന്ത്ര വ്യാപാരത്തെയും ശക്തമായി അനുകൂലിക്കുന്നവരാണ് ചൈനയും യൂറോപ്യൻ യൂണിയനുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തീരുവ യുദ്ധം മുറുകുമ്പോഴും ചൈനയുമായി വ്യാപാര കരാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീരുവ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അമേരിക്കയുമായി ചർച്ച നടത്തുന്നതിന് വിവിധ രാജ്യങ്ങൾ മുന്നോട്ടുവരുന്നുണ്ട്. അമേരിക്കയുമായി തീരുവ ചർച്ച നടത്തുന്ന ആദ്യ രാജ്യങ്ങളിലൊന്ന് തങ്ങളേതായിരിക്കുമെന്ന് തായ്വാൻ പ്രസിഡന്റ് ലായി ചിങ്-തെ പറഞ്ഞു. അമേരിക്കയുമായി ചർച്ച നടത്തുന്നതിനും കരാർ ഒപ്പിടുന്നതിനും യൂറോപ്യൻ വ്യാപാര കമ്മീഷണർ മാറോസ് സെഫ്കോവിക് അടുത്ത ദിവസം അമേരിക്കയിലെത്തും. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, UK എന്നിവയുമായി വ്യാപാര കരാറുണ്ടാക്കുന്നതിന് ഇന്ത്യ തീവ്രശ്രമം നടത്തുകയാണെന്ന് വിദേശകാര്യമന്ത്രി S ജയ്ശങ്കർ പറഞ്ഞു. ഡോളർ 3 വർഷത്തെ താഴ്ന്ന നിലയിൽ. വ്യാപാര യുദ്ധഭീതിയിൽ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം 3 വർഷത്തെ താഴ്ന്ന നിലയിലെത്തി. 6 പ്രമുഖ കറൻസികൾ ഉൾപ്പെടുന്ന ഡോളർ ഇൻഡെക്സിൽ ഡോളറിന്റെ മൂല്യം 99.50 ആയി ഇടിഞ്ഞു. ഓഹരി വിപണികളും തീരുവ യുദ്ധത്തിൽ ആടിയുലയുകയാണ്. വ്യാഴാഴ്ചത്തെ കുതിപ്പിന് ശേഷം പ്രമുഖ ഏഷ്യൻ, യൂറോപ്യൻ വിപണികളെല്ലാം നഷ്ടത്തിലാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. അതേസമയം ഇന്ത്യൻ ഓഹരി വിപണികൾ വെള്ളിയാഴ്ച മികച്ച നേട്ടം കൈവരിച്ചു. സെൻസെക്സ് 1310 പോയിന്റും നിഫ്റ്റി 429 പോയിന്റും ഉയർന്നു. ആ കേസിന് ഞങ്ങളില്ല. വാർത്ത മലയാള മനോരമയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട കേസിനെ ന്യായീകരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ട ബാധ്യത തങ്ങൾക്കില്ലെന്ന് CPI പ്രഖ്യാപിച്ചു. CPI മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കും. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല. എക്സാലോജിക് കേസ് LDFന്റെ കേസല്ല. CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിനു ശേഷം സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചു. മകളുടെ പ്രശ്നങ്ങൾ മുന്നണിക്ക് ബാധ്യതയാകുമെന്ന് CPI യോഗത്തിൽ ചർച്ചയായതിന്റെ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. വീണയ്ക്കെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതിനെ പ്രതിരോധിക്കുമെന്നും CPM ഇന്നലെയും ആവർത്തിച്ചപ്പോഴാണ് ആ ബാധ്യത തങ്ങൾക്കില്ലെന്ന നിലപാട് CPI എടുത്തത്. രാഷ്ട്രീയ ഉദ്ദേശത്തോടെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന നീക്കം
എന്ന ന്യായീകരണത്തോടെയുള്ള ബിനോയിയുടെ പ്രതികരണം ഇങ്ങനെ: വീണ വിജയന്റെ കേസും മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടും രണ്ടാണ്. കേസ് കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ തെറ്റും ശരിയും കമ്പനി നിയമപ്രകാരം തീരുമാനിക്കേണ്ടതാണ്. അത് പിണറായിയുടേതല്ല, LDFന്റെ സർക്കാർ. സർക്കാർ എന്നത് മുഖ്യമന്ത്രിയിൽ മാത്രമായി ചുരുക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം. അങ്ങനെ കേന്ദ്രീകരിക്കുമ്പോൾ ആ ആൾക്കെതിരെ ആക്രമണവും ഉണ്ടാകാം. അത് പിണറായി സർക്കാരല്ല, LDFന്റെ സർക്കാരാണ്. അത് ഉറപ്പിക്കാൻ CPI നേതൃത്വം ഇടപെടണമെന്ന ആവശ്യമാണ് യോഗത്തിൽ ഉയർന്നത്. ഈ വിഷയത്തിൽ MV ഗോവിന്ദന്റെ പ്രതികരണം എന്താണെന്ന് നോക്കാം. കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെയുള്ള കേസും പിണറായിയുടെ മകൾക്കെതിരെയുള്ള കേസും താരതമ്യം ചെയ്യാനാവില്ല. എക്സാലോജിക്കിന്റെ രജിസ്ട്രേഷന് AKG സെന്ററിന്റെ വിലാസം എങ്ങനെ നൽകി എന്നത് പരിശോധിച്ചിട്ടില്ല. വരവിൽ കവിഞ്ഞ സ്വത്ത് KM എബ്രഹാമിന്റെ കേസ് CBIക്ക് എന്നതാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ പ്രധാന തലക്കെട്ട്. അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവ്, നിർദ്ദേശിച്ചത് CBI കൊച്ചി യൂണിറ്റിനോട്. വാർത്തയിലേക്ക്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവ്. 2015 ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് K. ബാബുവിന്റെ ഉത്തരവ്. പ്രഥമദൃഷ്ട്യാ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കോടതി വിലയിരുത്തി. കേസിൽ തുടരന്വേഷണ ആവശ്യം തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ 2017 ഉത്തരവ് റദ്ദാക്കിയാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. പരാതിക്കാരന്റെ മൊഴിയുടെയും വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ FIR എടുത്ത് അന്വേഷണം നടത്താൻ CBI കൊച്ചി യൂണിറ്റിനോട് നിർദ്ദേശിച്ചു. ഇതിനായി CBI ഉത്തരവിറക്കണം. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും എത്രയും വേഗം വിജിലൻസ് CBIക്ക് കൈമാറണം. കൊല്ലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിനായി പണം ചെലവഴിച്ചില്ലെന്ന വാദം അംഗീകരിക്കാനാകില്ല. ഭാര്യയുടെ ബാങ്കിലൂടെ നടത്തിയ പണമിടപാടിൽ നിന്ന് പ്രഥമദൃഷ്ട്യാ KM എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് വ്യക്തമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കുറ്റബോധം തെല്ലുമില്ലാതെ റാണ. മുംബൈ ആക്രമണം ഇന്ത്യക്കാർ അർഹിച്ചിരുന്നെന്ന് റാണ പറഞ്ഞതായി വെളിപ്പെടുത്തി US നീതിന്യായ വകുപ്പ്. മുംബൈ ആക്രമണത്തിന് ശേഷം ഇന്ത്യക്കാർ ഇതർഹിക്കുന്നുവെന്ന് തഹാവൂർ റാണ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയോട് പറഞ്ഞതായി ഇന്ത്യ ചൂണ്ടിക്കാട്ടിയെന്ന് US നീതിന്യായ വകുപ്പിന്റെ വെളിപ്പെടുത്തൽ. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 9 ഭീകരവാദികൾക്ക് പാകിസ്ഥാന്റെ ഉന്നത ബഹുമതി നൽകുമെന്ന് റാണ ഹെഡ്ലിയോട് പറഞ്ഞതായും ഇരുവരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം ചോർത്തിയതനുസരിച്ച് ഇന്ത്യയുടെ പക്കൽ തെളിവുകളുണ്ട്. ഇരകൾക്ക് നീതി ഉറപ്പിക്കാനുള്ള നിർണായക ചുവടാണ് തഹാവൂർ റാണയുടെ അറസ്റ്റെന്ന് US നീതിന്യായ വകുപ്പ് പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. 2008 മുംബൈയിലുണ്ടായത് ഇന്ത്യൻ ചരിത്രത്തിലെ ഭയാനകമായ മഹാദുരന്തമാണ്. ഭീകരസംഘടന ലഷ്കർ ഇ തോയ്ബ നടത്തിയ മുംബൈ ഭീകരാക്രമണത്തിൽ ഗൂഢാലോചന, കൊലപാതകം, ഭീകരാക്രമണം നടപ്പാക്കൽ, വ്യാജരേഖകൾ കെട്ടിച്ചമയ്ക്കൽ തുടങ്ങിയവയടക്കം 10 കുറ്റങ്ങൾ റാണയുടെ പേരിൽ ചുമത്തിയിട്ടുണ്ടെന്നും പത്രക്കുറിപ്പിലുണ്ട്. മുനമ്പം വഖഫ് ട്രൈബ്യൂണലിന്റെ അന്തിമ ഉത്തരവിന് ഹൈക്കോടതിയുടെ വിലക്ക്. മുനമ്പം വഖഫ് ഭൂമി കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതിയുടെ താൽക്കാലിക വിലക്ക്. പറവൂർ കോടതിയിലുള്ള രേഖകളുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. മുനമ്പം വിഷയത്തിൽ മുൻപ് പറവൂർ സബ് കോടതിയിലുള്ള എല്ലാ രേഖകളും വിളിച്ചുവരുത്തണമെന്ന ആവശ്യം വഖഫ് ട്രൈബ്യൂണൽ തള്ളിയതിനെതിരെ വഖഫ് ബോർഡ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് അമിത് റാവൽ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ഹർജി വീണ്ടും പരിഗണിക്കുന്ന മെയ് 26 വരെയാണ് വിലക്ക്. മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വഖഫ് ട്രൈബ്യൂണലിൽ വാദം തുടരുന്നതിന് തടസ്സമില്ലെങ്കിലും അന്തിമ ഉത്തരവ് ഹൈക്കോടതി വിധിക്ക് വിധേയമായിരിക്കുമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അടക്കം എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതി സമ്മതം നൽകി രാത്രിയിൽ ഭൂമി ഏറ്റെടുത്തു. ടൗൺഷിപ്പിന്റെ പണി ഇന്ന് തുടങ്ങും. കൽപ്പറ്റ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാമെന്ന ഹൈക്കോടതി വിധി വന്ന് മണിക്കൂറുകൾക്കകം ഭൂമി ഏറ്റെടുത്ത് ജില്ലാ ഭരണകൂടം. വെള്ളിയാഴ്ച രാത്രി 10:30 ട്രഷറിയിൽ 17.7 കോടി രൂപ അധികമായി കെട്ടിവെച്ചതിന് ശേഷമാണ് നടപടികൾ പൂർത്തിയാക്കി ഭൂമി ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചത്. ഇതോടെ ശനിയാഴ്ച തന്നെ
എൽസ്റ്റണിൽ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങും. 64.47 ഹെക്ടർ ഭൂമിയാണ് ജില്ലാ ദുരന്ത നിവാരണ ഉത്തരവ് 2005 സെക്ഷൻ 34G പ്രകാരം ഏറ്റെടുത്തത്. നേരത്തെ 26 കോടി രൂപ നൽകിയിരുന്നു. അതുകൂടാതെയാണ് കോടതി ഉത്തരവ് പ്രകാരം അധിക തുകയും അടച്ചത്. കലക്ടർ DR മേഘശ്രീ, ഭൂമി ഏറ്റെടുക്കലിന്റെ ചുമതലയുണ്ടായിരുന്ന സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ JO അരുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് രാത്രിയിലും ഓഫീസ് പ്രവർത്തിപ്പിച്ച് ഉദ്യോഗസ്ഥ സംഘം ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി പൂർത്തീകരിച്ചത്. ആവശ്യമായ ഇതിൽ നിന്ന് 40 ലക്ഷം രൂപയുടെ കുറവ് വന്നപ്പോൾ റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് അതെടുത്ത് DMDRFിലേക്ക് മാറ്റുകയായിരുന്നു. CMDRFിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് ട്രഷറി തുറന്നു പ്രവർത്തിപ്പിച്ച് 17.7 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചു. ശേഷം DDMA യോഗം ചേർന്ന് ഭൂമി ഏറ്റെടുക്കുന്ന ശുപാർശ നൽകി. കലക്ടർ ഉത്തരവിറക്കി മഹസർ തയ്യാറാക്കി ഭൂമി ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചു. പദ്ധതി നിർവഹണ ഏജൻസിയായ കിഫ്കോണിനും ഉത്തരവ് കൈമാറി. ശനിയാഴ്ച രാവിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കുന്ന ചടങ്ങിൽ വീട് നിർമ്മാണത്തിനായി ഭൂമിയൊരുക്കാൻ തുടങ്ങും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. വിഷു അവധിക്കു പിന്നാലെ ചൊവ്വാഴ്ച മുതൽ തന്നെ പൂർണ്ണ സജ്ജമായി പ്രവൃത്തി നടക്കും. ഉയരുക 290 വീടുകൾ. ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടതിൽ 290 പേരാണ് ടൗൺഷിപ്പിൽ വീടിനായി സമ്മതപത്രം നൽകിയിരിക്കുന്നത്. 1000 ചതുരശ്രയടി വീടും 7 സെന്റ് സ്ഥലവുമാണ് ഓരോ കുടുംബത്തിനും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീടിനൊപ്പം കമ്മ്യൂണിറ്റി ഹാൾ, അംഗനവാടി, ഓപ്പൺ തിയേറ്റർ, മാർക്കറ്റ്, കളിസ്ഥലം, ജിംനേഷ്യം, പ്രാഥമികാരോഗ്യ കേന്ദ്രം, വായനശാല തുടങ്ങിയ സൗകര്യങ്ങളും ടൗൺഷിപ്പിലുണ്ടാകും. പോക്സോ കേസും വ്യാജവാർത്ത ആരോപണവും. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പേരിലുള്ള കേസ് റദ്ദാക്കി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജവാർത്ത നൽകിയെന്ന ആരോപണത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനും ജീവനക്കാർക്കുമെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പ് ചുമത്തിയെടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി. ലഹരിക്കെതിരെ സതുദ്ദേശത്തോടെ അവതരിപ്പിച്ച പരിപാടിയാണെന്നും പോലീസ് ആരോപിച്ച കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നും വിലയിരുത്തിയാണ് ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ഉത്തരവ്. ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ ഹർജി അനുവദിച്ചാണ് നടപടി. യുവാക്കളിലെ ലഹരി ഉപയോഗത്തിനെതിരെ 2022 നവംബറിൽ സംപ്രേഷണം ചെയ്ത പരിപാടിയിൽ പൊതുജനങ്ങൾക്കോ ഏതെങ്കിലും വ്യക്തിക്കോ മാനഹാനിയുണ്ടായതായി കരുതാനാവില്ലെന്ന് കോടതി വിലയിരുത്തി. പോലീസിന്റെ അന്തിമ റിപ്പോർട്ടും കോഴിക്കോട് പ്രത്യേക കോടതിയിലെ നടപടികളും റദ്ദാക്കുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ അടക്കം 6 മാധ്യമപ്രവർത്തകരുടെ പേരിലായിരുന്നു കേസ്. സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ വ്യാജ വീഡിയോ ചമച്ചെന്നാണ് ആരോപണം. DMK തമിഴ്നാട്ടിൽ വീണ്ടും DMK BJP സഖ്യം. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും DMKയും വീണ്ടും ഒന്നിക്കും. വെള്ളിയാഴ്ച ചെന്നൈയിൽ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി, BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യമായി BJPയും DMKയും കൈകോർത്ത് പ്രവർത്തിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു. KPCCയിൽ മാറ്റം, അഭ്യൂഹങ്ങൾ ശക്തം. തിരുവനന്തപുരം. KPCC പ്രസിഡന്റിന്റെ മാറ്റം സംബന്ധിച്ച ചർച്ചകൾ കോൺഗ്രസിൽ സജീവം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തയാഴ്ച ആദ്യം പ്രഖ്യാപിച്ചേക്കാമെന്നതിനാൽ അതിനു മുൻപ് തന്നെ തീരുമാനം വരുമെന്ന പ്രചാരണമാണ് ശക്തം. എന്നാൽ ഉന്നത നേതൃത്വത്തിലെ ആരും സ്ഥിരീകരിക്കുന്നില്ല. പുതിയ DCC മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട്ട് നടക്കുന്നതിനാൽ കോൺഗ്രസ് നേതൃനിര ആകെ അവിടെയുണ്ട്. AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, നേതാക്കളായ രമേശ് ചെന്നിത്തല, K. സുധാകരൻ, VD സതീശൻ, MM ഹസൻ തുടങ്ങിയവർ ഒരുമിച്ചുള്ളതിനാൽ പാർട്ടി തല ചർച്ചകൾക്ക് ഇവർ സമയം കണ്ടെത്തിയേക്കും. സുധാകരൻ മാറിയാൽ ആന്റോ ആന്റണി MP പകരം വരുമെന്ന പ്രചാരണമാണ് ശക്തം. അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, MM ഹസൻ, റോജി M. ജോൺ എന്നിവരുടെ പേരുകളും ചർച്ചകളിലുണ്ട്. 70,000 തൊടാൻ സ്വർണ്ണവില. പവൻ വില 69,960 രൂപയായി. ഇന്നലെ കൂടിയത് 1,480 രൂപ. പവന് 70,000 രൂപ എന്ന റെക്കോർഡ് നിരക്കിന് തൊട്ടരികെ സംസ്ഥാനത്തെ സ്വർണ്ണവില. ഇന്നലെ ഗ്രാമിന് 185 രൂപ വർദ്ധിച്ച് 8,745 രൂപയും പവന് 1,480 രൂപ വർദ്ധിച്ച് 69,960 രൂപയുമായി. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ഗ്രാമിന് 520 രൂപയും പവന് 4,160 രൂപയുമാണ് കൂടിയത്. ജനുവരിയിൽ 31 ദിവസം കൊണ്ട് ഗ്രാമിന്
580 രൂപയും പവന് 4640 രൂപയും വർദ്ധിച്ച സ്ഥാനത്താണ് 3 ദിവസം കൊണ്ടുള്ള വർധന. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ നികുതി ഉൾപ്പെടെ ഏകദേശം 75,000 രൂപ നൽകണം. 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 155 രൂപ വർദ്ധിച്ച് 7,245 രൂപയിലെത്തി. യുഎസിന്റെ 125% പകരം തീരുവ തീരുമാനത്തെ അതേ നാണയത്തിൽ ചൈന തിരിച്ചടിച്ചതോടെ രാജ്യാന്തര സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പാണ് ഉണ്ടായത്. തെരുവ് യുദ്ധം, അഭിഭാഷകരും SFIയും തമ്മിൽ. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI വിദ്യാർത്ഥികളും അഭിഭാഷകരും തമ്മിൽ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ തുടങ്ങിയ സംഘർഷം വെള്ളിയാഴ്ചയും തുടർന്നു. ഉച്ചയ്ക്ക് 1:30 ജില്ലാ കോടതി വളപ്പിൽ നിന്ന് കോളേജ് ക്യാമ്പസിനുള്ളിലേക്കുണ്ടായ കല്ലേറിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ജില്ലാ കോടതി വളപ്പിൽ വ്യാഴാഴ്ച രാത്രി നടന്ന ബാർ അസോസിയേഷന്റെ വാർഷികാഘോഷത്തിനിടെ SFI പ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് കല്ലേറുണ്ടായത്. മലയാളം വിഭാഗത്തിലെ ക്ലാസ് മുറികളിലേക്കാണ് കല്ലുകളും ബിയർ കുപ്പികളും അടക്കം വലിച്ചെറിഞ്ഞത്. സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്കും അഭിഭാഷകർക്കും എതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. വെള്ളിയാഴ്ച നടന്ന ഷീ ഫെസ്റ്റ് പരിപാടിയുടെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് മഹാരാജാസ് കോളേജിനുള്ളിൽ വിദ്യാർത്ഥികൾ തമ്പടിച്ചിരുന്നു. ഇവരിൽ ചിലർ ബാർ അസോസിയേഷന്റെ പരിപാടിയിലെത്തി ഭക്ഷണം കഴിച്ചു മടങ്ങി. 12 മണിയോടെ കോടതി വളപ്പിലെത്തിയ വിദ്യാർത്ഥികളും അഭിഭാഷകരും തമ്മിൽ തർക്കവും തുടർന്ന് സംഘട്ടനവുമുണ്ടായി. വിവരമറിഞ്ഞ് മഹാരാജാസ് കോളേജിൽ നിന്ന് കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിയതോടെയാണ് കൂട്ടിയടിയിൽ കലാശിച്ചത്. കോടതി വളപ്പിൽ നിന്ന് റോഡിലേക്കും സംഘർഷം വ്യാപിച്ചു. സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസുകാർക്കും പരിക്കേറ്റു. കോളേജിലേക്ക് അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായതായി ചൂണ്ടിക്കാട്ടി മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ഷജില ബേബി പോലീസിൽ പരാതി നൽകി. വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉദ്ദേശിച്ചെന്ന് മുഖ്യമന്ത്രി. ഏതെങ്കിലും മതത്തിനെതിരെ നിലപാടെടുക്കുന്നയാളല്ല വെള്ളാപ്പള്ളിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാർത്ത മാതൃഭൂമിയിൽ നിന്നാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉദ്ദേശിച്ചു പറഞ്ഞതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതെങ്കിലും മതവിഭാഗത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നയാളല്ല വെള്ളാപ്പള്ളി നടേശനെന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്കറിയാം. വിവിധ മതവിഭാഗങ്ങളെ യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം മുന്നിൽ നിന്നിട്ടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളിയെ ആദരിക്കാൻ ചേർത്തല യൂണിയൻ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനുള്ള പ്രത്യേക ശേഷി വെള്ളാപ്പള്ളിക്കുണ്ട്. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം നാക്കിലുണ്ട്. എന്നാൽ തെറ്റിദ്ധാരണ പരത്താൻ ഇടയാക്കുന്ന സാഹചര്യം ഒരു പ്രസംഗത്തിൽ വന്നു. ഇക്കാര്യത്തിൽ അവധാനതയോടെ അദ്ദേഹം നീങ്ങണം. വെള്ളാപ്പള്ളി എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന അർത്ഥത്തിലല്ല ഇക്കാര്യം പറയുന്നത്. എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലമാണിത്. വെള്ളാപ്പള്ളി പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. അവരെ സംരക്ഷിക്കാൻ വന്നവർ ഒന്നിച്ച് വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്ത് വന്നു, മുഖ്യമന്ത്രി പറഞ്ഞു. ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ 76 വയസ്സ് അന്തരിച്ചു. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ വെള്ളിയാഴ്ച പുലർച്ചെ 4:30 അന്ത്യം. KPCC രാഷ്ട്രീയകാര്യസമിതി അംഗവും വീക്ഷണം മാനേജിംഗ് എഡിറ്ററുമായിരുന്നു. കൊല്ലം ശൂരനാട് പായിക്കാട് തറവാട്ടിൽ PN രാഘവൻപിള്ളയുടെയും K ഭാർഗവിയമ്മയുടെയും 5 മക്കളിൽ 4-മനായി 1949 ജനുവരി 18-നാണ് രാജശേഖരൻ ജനിച്ചത്. മാലുമേൽ ഗവൺമെന്റ് LPS, തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂൾ, ശാസ്താംകോട്ട DB കോളേജ്, ചങ്ങനാശ്ശേരി SB കോളേജ്, തിരുവനന്തപുരം ലോ അക്കാഡമി ലോ കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം നേടി. കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റും നേടി. KSUവിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ രാജശേഖരൻ KSU സംസ്ഥാന ട്രഷറർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി, DCC സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ്, UDF ജില്ലാ ചെയർമാൻ, KPCC ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ശാസ്താംകോട്ട സഹകരണ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ്, കൊല്ലം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആശാസമരം, ഐക്യദാർഢ്യ പൗരസാഗരം ഇന്ന്. സെക്രട്ടേറിയറ്റിനു മുന്നിൽ തുടരുന്ന ആശാസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള പൗരസാഗരം ശനിയാഴ്ച രാവിലെ 10:30 ആരംഭിക്കും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർക്കൊപ്പം ആശാവർക്കർമാർ, കുടുംബാംഗങ്ങൾ, സമരത്തെ പിന്തുണയ്ക്കുന്ന വിവിധ സംഘടനകൾ തുടങ്ങിയവരും പങ്കാളികളാകും. പിളർപ്പിന്റെ 60 വർഷം.
ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് 60 വർഷം പിന്നിട്ടു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ മറക്കാനാകാത്ത ദിനമാണ് 1964 ഏപ്രിൽ 11. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന ദിനം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ പാർട്ടി പിളർന്നിട്ട് 60 വർഷം പിന്നിടുന്നു. 64 ഡൽഹിയിൽ ചേർന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് 32 അംഗങ്ങൾ ഇറങ്ങിപ്പോയി. തുടർന്ന് പാർട്ടിയുടെ അന്നത്തെ ചെയർമാൻ എസ്. എ. ഡാംഗെ ഇവരെ പുറത്താക്കിയതായി അറിയിച്ചു. എന്നാൽ ഇറങ്ങിപ്പോയവരായ EMS, AKG, ജ്യോതി ബസു, പി. സുന്ദരയ്യ തുടങ്ങി VS അച്യുതാനന്ദൻ അടക്കമുള്ളവർ ചേർന്ന് CPM എന്ന പാർട്ടി രൂപവൽക്കരിച്ചു. ഇരു പാർട്ടിയും ജനാധിപത്യ സംവിധാനത്തിൽ ഏറെ പുറകോട്ടു പോയിരിക്കുന്നു. CPIക്ക് ദേശീയ പാർട്ടി അംഗീകാരം പോലും നഷ്ടപ്പെട്ടു. പിളർപ്പിന് ശേഷം 1980 മുന്നണി സംവിധാനത്തിൽ ഒന്നിച്ചുപോകാൻ ഇരു പാർട്ടിയും തീരുമാനിച്ചു. കേരളം, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ LDF മുന്നണി നിലവിൽ വന്നു. നിലവിൽ കേരളത്തിൽ മാത്രമേ മുന്നണിക്ക് അധികാരമുള്ളൂ. രൂപവൽക്കരിച്ച 100ാം വർഷത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇരു പാർട്ടികൾക്കും അതിലും ഒത്തൊരുമയില്ല. CPI 1925 ജനനവർഷമായി കാണുന്നു. CPM 1920നെയും. 100ന്റെ നിറവിൽ ഇരു പാർട്ടിയുടെയും ദേശീയ ജനറൽ സെക്രട്ടറിമാർ ദക്ഷിണേന്ത്യയിൽ നിന്നാണെന്നത് ഒരു ഐക്യമാണ്. കേരളത്തിൽ വയോജന കമ്മീഷൻ വരുന്നു. രാജ്യത്ത് ആദ്യം. ഒരു സംസ്ഥാനം ആദ്യമായി രൂപവൽക്കരിക്കുന്ന വയോജന കമ്മീഷൻ എന്നുള്ള നേട്ടം ഇനി കേരളത്തിന് സ്വന്തം. കേരള നിയമസഭ പാസാക്കിയ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ 2025 ഗവർണറുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. മാർച്ച് 19 ബില്ലിന് അംഗീകാരം ലഭിച്ചത്. വയോജനങ്ങളുടെ സംരക്ഷണവും പുനരധിവാസവും മാത്രമല്ല, അവരുടെ കഴിവുകളും പൊതുജന ബന്ധവും ഉപയോഗപ്പെടുത്തുകയെന്ന കാഴ്ചപ്പാടോടെയാണ് കമ്മീഷൻ എത്തുന്നത്. സ്വമേധയായും അല്ലാതെയും പരാതി നൽകാം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങളായിരിക്കും കമ്മീഷനിൽ ഉണ്ടാവുക. ഇവരെല്ലാം 60 വയസ്സ് പൂർത്തിയാക്കി വയോജന സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാകണം. കരുവന്നൂരിലെ ED കുറ്റപത്രം. എല്ലാവരുടെയും പങ്ക് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിൽ പേരുള്ള എല്ലാവരുടെയും പങ്ക് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. ഇതിനായി EDയോട് ECIRും സത്യവാങ്മൂലവും ക്രൈംബ്രാഞ്ചിന് കൈമാറാനും നിർദ്ദേശിച്ചു. CPM നേതാക്കൾ അടക്കമുള്ളവരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് നിർദ്ദേശം. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ശരിയായ വിധമല്ലെന്നും രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് അന്വേഷിച്ചില്ലെന്നും ജസ്റ്റിസ് DK സിംഗ് പറഞ്ഞു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുൻ ജീവനക്കാരൻ MV സുരേഷ് ഫയൽ ചെയ്ത ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. അന്വേഷണം ആരംഭിച്ചിട്ട് 4 വർഷമായി എന്നത് നീണ്ട കാലയളവാണെന്ന് കോടതി പറഞ്ഞു. ഷഹബാസ് വധക്കേസ്. ആരോപണവിധേയരായ കുട്ടികളുടെ ജാമ്യാപേക്ഷ ജില്ലാ കോടതി തള്ളി. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ ആരോപണവിധേയരായ കുട്ടികളുടെ ജാമ്യാപേക്ഷകൾ കോടതി തള്ളി. കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി VS ബിന്ദുകുമാരിയാണ് 6 പേരുടെയും അപേക്ഷകൾ തള്ളിയത്. ഇവർ വെള്ളിമാടുകുന്നിലെ ജുവനൈൽ ഹോമിൽ തന്നെ തുടരണം. ജാമ്യം അനുവദിച്ചാൽ മറ്റു ക്രിമിനലുകളുമായി ഇടപെടാൻ സാധ്യതയുണ്ടെന്നും ഇവർ പുറത്തിറങ്ങുന്നത് സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയാക്കുമെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഇവർ നടത്തിയത് അതിഗൗരവമുള്ള കുറ്റമാണെന്നും മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഷഹബാസിന്റെ കുടുംബത്തിന്റെ വാദങ്ങൾ കൂടി പരിഗണിച്ചാണ് ജാമ്യം നിഷേധിച്ചത്. ഫെബ്രുവരി 28 താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത്. ഇതിനിടെ ഷഹബാസിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മാർച്ച് 1 കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു മരണം. വഖഫ് നിയമത്തിൽ പ്രതിഷേധം. ട്രെയിനിന് നേരെ കല്ലേറ്. ബംഗാളിൽ വൻ സംഘർഷം. 22 പേർ അറസ്റ്റിൽ. ട്രെയിനുകൾ റദ്ദാക്കി. മൂർഷിദാബാദ്. വഖഫ് ഭേദഗതി നിയമത്തോടുള്ള പ്രതിഷേധത്തിനിടെ ബംഗാളിലെ മൂർഷിദാബാദിൽ വീണ്ടും സംഘർഷം. ട്രെയിനുകൾക്കും പോലീസിനും നേരെ അക്രമികൾ കല്ലെറിഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മൂർഷിദാബാദിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി വിലക്കി. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ഗവർണർ CV ആനന്ദബോസ് നിർദ്ദേശം നൽകി. ലുധിയാന, ഡങ്ക, നിംതിദ സ്റ്റേഷനുകൾക്കിടയിൽ ട്രാക്കുകൾക്കിടയിൽ 5000-ഓളം പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചതോടെ ന്യൂ ഫറാക്ക, അസിംഗഞ്ച് സെക്ഷനിൽ വെള്ളിയാഴ്ച ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടതായി റെയിൽവേ അറിയിച്ചു. 4 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. 2 ട്രെയിനുകൾ പൂർണ്ണമായും 2 എണ്ണം ഭാഗികമായും റദ്ദാക്കി. സംഭവത്തിൽ 22 പേരെ അറസ്റ്റ് ചെയ്തു. മുംബൈ ഭീകരാക്രമണം. മുഖ്യപ്രതി ഹെഡ്ലിയെ കൈവിടാതെ US. കൈമാറില്ലെന്ന നിലപാടാണ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷവും USന്റേത്.
മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ സഹായിച്ച തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയ അമേരിക്ക ഹെഡ്ലിയെ വിട്ടുനൽകാത്തത് എന്തുകൊണ്ടാണ്? വർഷങ്ങൾ നീണ്ട നയതന്ത്ര വിലപേശലിനൊടുവിൽ റാണയെ വിട്ടുനൽകിയ സാഹചര്യത്തിൽ ഹെഡ്ലിക്കായുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടരുമോ? ന്യൂഡൽഹി CGO കോംപ്ലക്സിലെ ദേശീയ അന്വേഷണ ഏജൻസി ആസ്ഥാനത്ത് റാണയെ ചോദ്യം ചെയ്യുമ്പോൾ ബാക്കിയാകുന്നത് ഈ രണ്ടു കാര്യങ്ങളാണ്. ഹെഡ്ലിയെ ഇന്ത്യൻ ഏജൻസികൾക്ക് കൈമാറാത്തിടത്തോളം മുംബൈ ഭീകരാക്രമണ കേസിലെ അന്വേഷണം അപൂർണമായിരിക്കുമെന്ന തിരിച്ചറിവിലാണ് ഇയാളെ കൈമാറണമെന്ന് മൻമോഹൻ സർക്കാരിന്റെ കാലം തൊട്ട് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ചെറുമീനായ റാണയെ കൈമാറിയാലും വൻസ്രാവും മുഖ്യ ഗൂഢാലോചനക്കാരനും തങ്ങളുടെ കൂടി ഏജന്റുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ കൈവിടില്ലെന്ന നിലപാടിൽ US ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം അമേരിക്കയുടെയും പാക് ചാരസംഘടനയുടെയും ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നു ഹെഡ്ലിയെന്നും കൈമാറില്ലെന്ന നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷവും US തുടരുന്നത്. ഇസ്രായേൽ ആക്രമണത്തിനെതിരെ പൈലറ്റുമാർ. ലക്ഷ്യം വ്യക്തി താൽപര്യവും രാഷ്ട്രീയ നേട്ടവും മാത്രം. യുദ്ധവിമാന പൈലറ്റുമാരെ പുറത്താക്കുമെന്ന് സൈന്യം. ഗസയിൽ ഹമാസിനെതിരായ യുദ്ധം വ്യക്തി താൽപര്യവും രാഷ്ട്രീയ നേട്ടവും മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് ഇസ്രായേലി യുദ്ധവിമാന പൈലറ്റുമാർ. യുദ്ധം അവസാനിപ്പിച്ചിട്ടാണെങ്കിലും ഗസയിലെ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് മുൻഗണന നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിരമിച്ചവരും റിസർവ് വിഭാഗത്തിലുമുള്ള പൈലറ്റുമാരാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്തയച്ചത്. 980 യുദ്ധവിമാന പൈലറ്റുമാരാണ് കത്തിൽ ഒപ്പുവെച്ചത്. ഇവരിൽ ഭൂരിഭാഗവും വിരമിച്ചവരും റിസർവ് പൈലറ്റുമാരുമാണ്. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.